കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവിവർഗമാണ് ദിനോസറുകൾ. ഇവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനോസറുകളുടെ കഥ ആസ്പദമാക്കി പല ഹോളിവുഡ് സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അവ കണ്ട് നാം ആസ്വദിച്ചിട്ടുമുണ്ട്. എന്നാൽ ദിനോസറുകളെല്ലാം അതിഭീകരന്മാരായിരുന്നു. ദിനോസോനിയ എന്ന ജീവശാഖയിലെ പലതരത്തിലുള്ള ഒരു കൂട്ടം ജീവികളാണ് ഡൈനോസോറുകൾ അഥവാ ദിനോസറുകൾ. ദിനോസറുകളിൽ മാംസബുക്കുകളും സസ്യബുക്കുകളും ഉണ്ടായിരുന്നു. 1800കളുടെ തുടക്കത്തിലാണ് ദിനോസറുകളുടെ ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തിയത്. ദിനോസർ വർഗങ്ങളിൽ തെറാപ്പോഡ, സൊറാപ്പോഡ്, സ്റ്റെഗോസോർ, സെറാടോപ്പിയ, ഓർണിത്തോപോഡ്, അങ്കൈലോസോർ എന്നിവ ചെറുതു മാത്രമാണ്. ഇവയുടെയൊക്കെ ഫോസിലുകൾ നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ഏറ്റവും വലിയ സെറാപ്പോഡ് ദിനോസറുകൾക്ക് 39.7 മീറ്റർ നീളത്തിൽ എത്തിയിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. 18 മീറ്റർ വരെ ഉയരമുണ്ടായിരുന്ന ഇവ കരയിലെ ഏറ്റവും വലിയ മൃഗങ്ങളായിരുന്നു. എന്നിരുന്നാലും വളരെ ചെറിയ ദിനോസറുകളും ഉണ്ടായിരുന്നു. അതിൽ സിക്സിയ സിഗ്നിക്കസിന് 50 സെൻറ്റിമീറ്റർ മാത്രമേ നീളമുണ്ടായിരുന്നുള്ളൂ. ഭീകരനായ പല്ലി എന്നർത്ഥം വരുന്ന ദിനോസർ എന്ന പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എല്ലാ ദിനോസറുകളും മുട്ടയിട്ടാണ് അവയുടെ പ്രത്യുൽപാദനം നടത്തിയിരുന്നത്. രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള ദിനോസർ ആംഫിസെലിയസ് ആണ്. ഇതിന് ഏകദേശം 122.4 ടൺ ഭാരമുള്ളവയായിരുന്നു. ആർജന്റീസോസോറസിന് 73 മുതൽ 78 ടൺ ഭാരമുണ്ടായിരുന്നു. ഏറ്റവും ഭാരം കുറഞ്ഞവയിൽ ആങ്കിയോർനിസിന് 110 ഗ്രാം മാത്രമാണ് ഭാരമുണ്ടായിരുന്നത്. എപ്പിസെക്സ് പെറ്റിക്സിന് 164 ഗ്രാം ഭാരമാണുള്ളത്. ആർക്കിയോപ്റ്റെറിക്സ് വർഗത്തിൽപ്പെട്ട ദിനോസറുകൾ പറക്കാൻ കഴിവുള്ളവയായിരുന്നു. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്ന് പതിച്ച ഉൽക്ക കാരണം ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചു. എന്നാൽ ദിനോസറുകളുടെ വംശനാശത്തിന് ഉൽക്കാപതനം കൂടാതെ മറ്റു പല കാരണങ്ങൾ കൂടി ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.